ഒന്നാമത്തെ ചോദ്യം, റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര്. ഉത്തരം കോസ്മോനട്സ്. രണ്ടാമത്തെ ചോദ്യം, ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം. ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം. ഉത്തരം 365 ദിവസം, അതായത് 1 വർഷം. മൂന്നാമത്തെ ചോദ്യം, ഭൂമി സ്വയം കറങ്ങാനെടുക്കുന്ന സമയം. ഭൂമി സ്വയം കറങ്ങാനെടുക്കുന്ന സമയം. ഉത്തരം 24 മണിക്കൂർ, അതായത് 1 ദിവസം. നാലാമത്തെ ചോദ്യം, സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ഉൾപ്പെടുന്ന കുടുംബത്തിന് പറയുന്ന പേര്. സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ഉൾപ്പെട്ട കുടുംബത്തിന് പറയുന്ന പേര്. ഉത്തരം സൗരയൂഥം. അഞ്ചാമത്തെ ചോദ്യം, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. ഉത്തരം സൂര്യൻ. ആറാമത്തെ ചോദ്യം, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. ഉത്തരം 15 കോടി കിലോമീറ്റർ. ഏഴാമത്തെ ചോദ്യം, സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താനുള്ള സമയം എത്ര? സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താനുള്ള സമയം എത്ര? ഉത്തരം 8 മിനിറ്റ്. എട്ടാമത്തെ ചോദ്യം, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. ഉത്തരം സൂര്യൻ. ഒൻപതാമത്തെ ചോദ്യം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഉത്തരം ബുധൻ. പത്താമത്തെ ചോദ്യം, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ഉത്തരം നെപ്റ്റ്യൂൺ. 11ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഉത്തരം വ്യാഴം. 12ാമത്തെ ചോദ്യം, വലയങ്ങളുള്ള ഗ്രഹം. വലയങ്ങളുള്ള ഗ്രഹം. ഉത്തരം ശനി. 13ാമത്തെ ചോദ്യം, തിളക്കമുള്ള ഗ്രഹം. തിളക്കമുള്ള ഗ്രഹം. ഉത്തരം ശുക്രൻ. 14ാമത്തെ ചോദ്യം, ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഉത്തരം ചൊവ്വ. 15ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നതെവിടെ? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം ചൊവ്വ.